മേഴ്സി ഫോർ നൺ ചോയ് സങ് യൂൺ സംവിധാനം ചെയ്ത് സോ ജി സബ് കേന്ദ്ര കഥാപാത്രമായി വന്ന ഈ കൊറിയൻ ആക്ഷൻ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഒരു എക്സ് ഗ്യാങ്സ്റ്റർ തന്റെ അനിയന്റെ ഘാതകരെ തേടി പോകുന്നതാണ് ഈ സീരീസിന്റെ കഥ. നിങ്ങൾ വളരെ ബ്ലഡി ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ സിനിമകൾ ആൻഡ് സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കഥയൊന്നും പ്രശ്നമല്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സീരീസ്. ഇതിന്റെ മേക്കിംഗ് കൊണ്ടും പ്ലോട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ കൊണ്ട് ഒരു ജോൺ വിക്കിന്റെ വൈബ് തരുന്ന ഒരു സീരീസ് ആണ്. ആദ്യത്തെ 4 എപ്പിസോഡ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കിടലനായിട്ടാണ് പോകുന്നത്. നായകൻ സോ ജി സബിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കിടുവായിരുന്നു. നമ്മുടെ ബിഗ് ബിയിലെ മമ്മൂട്ടി, സാഗർ ഇലിയാസ് ജാക്കിൽ, മോഹൻലാലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലുള്ള ടൈപ്പ് ഒരു ആറ്റിറ്റ്യൂഡ് ആണ് പുള്ളി പിടിച്ചേക്കുന്നത്. കിടുവായിരുന്നു. പുള്ളിയുടെ ലാസ്റ്റ് ഞാൻ കണ്ട പടം കൺഫെഷൻ എന്ന ഒരു കൊറിയൻ സിനിമയാണ്. ആ പടവും കിടിലനായിരുന്നു. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ചെയ്ത ആക്ടേഴ്സിന്റെ എല്ലാം പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. കിടിലൻ ക്യാമറ വർക്ക്, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എസ്പെഷ്യലി ഈ ടൈറ്റിൽ ലാസ്റ്റ് പിന്നെയും കാണിക്കുന്നതും ആ സമയത്തെ BGM ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ കളർ ടോൺ, പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ എല്ലാം പക്കായാണ്. എല്ലാറ്റിലും ഉപരി ഇതിന്റെ ആക്ഷൻ സീക്വൻസുകൾ ഗംഭീരമാണ്. ഒരു ഹോൾവേയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അത് ഭയങ്കര കിടലനായിരുന്നു. സോ സ്റ്റണ്ട് കൊറിയോഗ്രഫി സൂപ്പറാണ്. ആക്ഷന് മാത്രം പ്രാധാന്യം കൊടുത്തപ്പോൾ സ്ക്രിപ്റ്റിൽ യാതൊരു പുതുമയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. സിനിമ ഉണ്ടായ കാലം തൊട്ടുള്ള യൂഷ്വൽ പ്ലോട്ടാണ്. റിട്ടയർഡ് ഗ്യാങ്സ്റ്റർ ചില കാരണങ്ങൾ കൊണ്ട് തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുന്നു, ഇത് തന്നെ, നത്തിങ് ന്യൂ. ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ഇടയ്ക്കുണ്ട്. ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു പോക്കാണ് എനിക്ക് പേഴ്സണലി ഇതിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ ആ സസ്പെൻസ് പോലും വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ലാസ്റ്റ് ഇനി എന്തെങ്കിലും വേറെ പുതിയ ട്വിസ്റ്റോ വല്ലതും ഉണ്ടാവുമെന്ന് കരുതി അതും ഉണ്ടായില്ല. അടിയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നുള്ളതല്ലാതെ സ്ക്രിപ്റ്റ് വളരെ ഫ്ലാറ്റ് ആണ്. പിന്നെ യാതൊരു ഇമോഷണൽ ഡെപ്തും ഇതിലില്ല. കഥയും കഥാപാത്രങ്ങളോടും പ്രേക്ഷകർക്ക് യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും തോന്നില്ല. ആര് ചത്താലും ജീവിച്ചാലും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ആരോടും ഒരു സ്പെഷ്യൽ ഇഷ്ടമോ ഒന്നും നമുക്ക് തോന്നില്ല. 5-6 എപ്പിസോഡുകളൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ലാഗ് അടിക്കുകയും ചെയ്തു. സോ ആകമൊത്തം ടോട്ടലിൽ ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ആണിത്. കഥ, ഇമോഷണൽ കണക്ഷൻ ഒന്നും പ്രശ്നമല്ലാത്ത, ചുമ്മാ അടി മാത്രം കണ്ടാൽ മതി എന്ന ടൈപ്പ് ഒരു പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ, അതുപോലെ തന്നെ അധികം റിവെഞ്ച് ത്രില്ലേഴ്സ് ഒന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് വളരെ എൻജോയ് ചെയ്ത് തന്നെ കാണാൻ സാധിക്കും. അതല്ല, അത്യാവശ്യം നല്ല സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ അവർക്കിത് തീർത്തും ഒരു ആവറേജ് അനുഭവമായിരിക്കും. ഞാൻ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ആക്ഷൻ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ സ്റ്റോറിയും ഇമോഷണൽ ഡെപ്തും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിലെനിക്ക് അടിക്കപ്പുറം അല്ലെങ്കിൽ ടെക്നിക്കലി ബ്രില്യന്റ് ആണ് എന്നതിനപ്പുറം വേറെ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. ചുമ്മാ അടിയുടെ ആ ഒരു രസവും ബാലൻസും ഒക്കെ കൊണ്ട് കണ്ടു തീർത്തു എന്ന് മാത്രം. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ കഴിയും. 40 മുതൽ 45 മിനിറ്റ് വരെയുള്ള 7 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ഒറിജിനൽ ലാംഗ്വേജ് കൊറിയൻ ആണ്. ഇതിന്റെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഡബിങ്ങും അവൈലബിൾ ആണ്. ഞാൻ തമിഴിലാണ് കണ്ടത്. നല്ല ഡബിംഗ് ആയിരുന്നു. 18+ ആണ്. ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയല്ല.